നമുക്ക് ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് നൽകുന്ന വലിയൊരു രക്ഷയുടെ വാഗ്ദാനം തന്നെയായ സങ്കീർത്തനം 91 ഈശോ പറയാണ്, ദീർഘായുസ്സ് നൽകി ഞാൻ നിന്നെ സംതൃപ്തനാക്കും. അതായത് ഈ ഭൂമിയിൽ നമ്മൾ എത്ര ആയുസ് ജീവിച്ചാലും നമുക്ക് സംതൃപ്തി ഉണ്ടോ? സംതൃപ്തി ഇല്ല. നമ്മുടെ ഉള്ള സംതൃപ്തി ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അല്ലെ. അപ്പം ഈ സംതൃപ്തി ആർക്കാ തരാൻ പറ്റുന്നതെന്ന് വെച്ചാല് നമ്മളെ സൃഷ്ടിച്ച, നമ്മുടെ കുറവുകൾ അറിയുന്ന, നമ്മുടെ ബലഹീനതകളിലെ ദൈവം ശക്തിയായി, സ്നേഹമായി, കരുണയായി, കരുതലായി കൊണ്ടുനടക്കുന്ന ദൈവത്തിന് മാത്രമേ നമ്മൾക്ക് ഒരു സംതൃപ്തിയുള്ള ഒരു അനുഗ്രഹപ്പെട്ട ഒരു ജീവിതം, അതായത് ഇപ്പൊ നമുക്ക് കുഞ്ഞുനാളിലേക്ക് ആണെങ്കിൽ ഓരോ പ്രായം അനുസരിച്ച് പാരന്റ്സിന് അവരുടെ സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ അറിയാൻ പറ്റും. പക്ഷെ കുറച്ച് വലുതായി കഴിഞ്ഞാല് ആദ്യത്തെ സ്വഭാവവുമായിട്ട് ഒരു മാറ്റം ആവില്ല അല്ലെ. ഒരു മാറ്റാവും, ഒരു സ്വഭാവവുമായി, അതായത് പാരന്റ്സ് മനസ്സിൽ കരുതിയിരിക്കുന്ന വ്യക്തിയെ അല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മക്കൾ വളർന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പക്ഷെ ദൈവത്തിന് അങ്ങനെയല്ല. ഈ വ്യക്തി, അതായത് ഈശോയെ ഒറ്റിക്കൊടുക്കുമെന്നും ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുമെന്നും തള്ളിപ്പറയുമെന്നും എല്ലാം ഈശോയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നിട്ട് പോലും ഈശോ പിന്നെ ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവര് അവനെ ക്രൂശിക്കുക എന്ന് പറയുന്നു. ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ അനുഗ്രഹിച്ചതും ഇവരുടെ കൂടെ ജീവിച്ചതും ഇവരുടെ കൂടെ നടന്നതും എല്ലാം. അപ്പോ ദൈവത്തിന് എല്ലാവരുടെ ഹൃദയങ്ങളിലെ വ്യാപാരങ്ങൾ അറിയാം. പക്ഷെ ദൈവം അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളോട് പ്രവർത്തിക്കുന്നില്ല. ദൈവത്തിന്റെ സ്വഭാവം അനുസരിച്ച്, കരുണ അനുസരിച്ച്, സ്നേഹം അനുസരിച്ചൊക്കെയാണ് നമ്മളോട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് ദൈവം നമ്മളോട് കാണിച്ച എല്ലാ ദൈവിക നന്മകളെയും തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല. മരിച്ചു കഴിയുമ്പോഴാണ് ദൈവം എന്നോട് കാണിച്ച എന്ത് വലിയൊരു കരുണയാണ് ദൈവമേ എന്നോട് കാണിച്ചതെന്ന് പറഞ്ഞ് കരയാനായിട്ട് മാത്രമേ അറിഞ്ഞുള്ളൂ. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്ത് ഇനിയിപ്പോ അഥവാ നല്ല രീതിയിൽ കൃപയുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. ഭൂമിയിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മൾ എത്ര മറ്റുള്ളവരെ സഹായിച്ചാലും സ്നേഹിച്ചാലും നമുക്ക് ഇവിടെ ഒരു സംതൃപ്തി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്തെല്ലാം അധ്വാനം ചെയ്താലും അതെല്ലാം വേസ്റ്റ് ആവും. പക്ഷെ വേസ്റ്റ് എന്ന് നമ്മൾക്ക് തോന്നുന്നതാണ്. പക്ഷെ ഈശോ പറയുന്നത് എന്താണ്, ഒരു ഗ്ലാസ് വെള്ളം പോലും എന്റെ നാമത്തിൽ, അതായത് എന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ആ മനസാക്ഷി അനുസരിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുമ്പോൾ എന്റെ നാമത്തിൽ, അതായത് ഇന്ന് ഈശോ ഒരു കാര്യം പറഞ്ഞ ഞാനിങ്ങനെ ചെടി നനച്ചോണ്ടിരിക്കുമ്പോ ഈശോ ഒരു കാര്യം പറഞ്ഞു. അതായത് അവനവന്റെ ഉള്ളിലെ ദേവാലയത്തെ സംരക്ഷിക്കുന്നവർക്ക് മാത്രമേ പുറമേയുള്ള ദേവാലയത്തെ സ്നേഹിക്കാനും സംരക്ഷിക്കുവാനും സാധിക്കും. ഇതൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് മനസ്സിലായി. അതായത് മനസ്സിലായോ നിങ്ങൾക്ക്? കേൾക്കാവോ? കേൾക്കാം. എന്താണ് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അവനവന്റെ, അതായത് ഇപ്പൊ എന്റെ ഉള്ളിലുള്ള ദേവാലയത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പുറത്തുള്ള, അതായത് ഭൂമിയിലുള്ള ദേവാലയത്തെ സ്നേഹിക്കാനും സംരക്ഷിക്കുവാനും ആരാധിക്കുവാനും സാധിക്കും. കറക്റ്റ് അല്ലേ ഈശോ പറഞ്ഞു തന്നത്? അതെ അതെ, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരൻ, അതൊക്കെ അതല്ല. അതായത് നമ്മളുടെ ഉള്ളില് ദൈവം ഉണ്ടെന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ വിശ്വാസ ജീവിതം, വിശുദ്ധിയുള്ള ജീവിതം, സത്യസന്ധതയുടെ ജീവിതം, ആത്മാർത്ഥതയുടെ ജീവിതമൊക്കെ അതിന് കൃത്യതയുണ്ടാവും അല്ലേ. നമ്മളിപ്പോ അല്ലെങ്കിൽ അതിൽ കപടതയാണ്. ഇപ്പൊ നമ്മള് പള്ളിയിൽ കയറിയിട്ട്, അല്ലെങ്കിൽ ദേവാലയത്തില്, അതായത് ഭൂമിയിലെ ദേവാലയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്ന ദേവാലയം, പള്ളി. ആ പള്ളിയിൽ നമ്മൾ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ നമ്മൾ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിൽ ക്ലിയർ അല്ല. അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു തരത്തില് കപടതയാണ്, കപടഭക്തിയാണ് അല്ലേ? ആണോ? അതായത് പുറമേ ഉള്ള ദേവാലയത്തോട് ഭയങ്കര സ്നേഹവും ആരാധനയും ഭയങ്കര കമ്മിറ്റഡും ആണ്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്തൊരു ജീവിതമാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ഭക്തി കപടതയാണ്. അതേസമയം നമ്മുടെ ഉള്ളില് ഉള്ള ദൈവത്തെ നമ്മൾ ഭയക്കുന്നു.
സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു എന്നെങ്കിൽ, അങ്ങനെയുള്ളൊരു ഹൃദയത്തിന്റെ ഉടമസ്ഥതയിൽ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ അകവും പുറവും ഒരുപോലെ ശുദ്ധിയായിരിക്കും. അതായത് പുറമേയുള്ള ദേവാലയത്തെ ഉള്ളിലുള്ള ദൈവത്തെ അറിഞ്ഞുകൊണ്ട്, അതാണ് നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ദൈവമുണ്ട് അല്ലെ. സക്രാരിയൊക്കെ കാലിയായിരിക്കും, ആൾക്കാരെ കാലിയായിരിക്കും, പക്ഷെ അവിടെ നമ്മുടെ വിശ്വാസ തലത്തിൽ കൂടി നോക്കുമ്പോൾ അവിടെ ആരുണ്ട്? ദൈവമുണ്ട്. ദൈവമുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയവും. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഹൃദയം. നമുക്കിപ്പോ സക്രാരി, അതായത് പള്ളിയുടെ അകത്ത് കയറുമ്പോ നമുക്ക് സക്രാരി ഉണ്ട്, അതുപോലെ വിശുദ്ധമായിടങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയാന്തർഭാഗത്തിലേക്ക് ഈശോ നോക്കുമ്പോൾ ഈശോ എപ്പോഴും നോക്കുന്നത് നമ്മുടെ ഡ്രസ്സിലേക്കോ നമ്മുടെ മറ്റു ബാഹ്യമായ മൂടികളിലേക്കോ. അതൊക്കെ പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാവട്ടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൃദയം ഓക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ജീവിതത്തിനോട് ഒരു മനസാക്ഷിയും കമ്മിറ്റ്മെന്റോടുകൂടി തന്നെ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ 100 വെല്ലുവിളികൾ ഉണ്ടാവാം, അത് തീർച്ചയാണ്. വെല്ലുവിളികളുണ്ട്. കാരണം ഈശോയ്ക്ക് വെല്ലുവിളി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഈശോയുടെ കീഴിലല്ലേ നമ്മളൊക്കെ. അപ്പൊ ഈശോയ്ക്ക് ഉണ്ടായ അത്ര വെല്ലുവിളി ഇല്ലെങ്കിലും, കാരണം നമുക്ക് അത്രയും വെല്ലുവിളി നേരിടാനുള്ള ശക്തിയോ കഴിവോ ഒന്നുമില്ല. എങ്കിലും നിന്റെ കുരിശുമെടുത്ത് എന്റെ പുറകെ വരുന്നതെന്ന് പറഞ്ഞാൽ ആ വെല്ലുവിളികളുടെ കുരിശുകളാണ്. നിന്റെ വിഷമങ്ങൾ, വേദനകൾ, നിന്ദനങ്ങള്, അത് മാത്രമല്ല നിന്റെ ശത്രുക്കളെയും നീ കൊണ്ടുവരണം. നിന്നെ സ്നേഹിക്കുന്നവരെ മാത്രം നീ സ്നേഹിച്ചാൽ എന്ന പ്രയോജനം എന്ന് പറയുന്നത് പോലെ നമ്മൾ ശത്രുക്കളെയും ഈശോയുടെ കുറേ കുരിശായിട്ട് കൊണ്ടുവരണം. എങ്കിലാണ് കുരിശിന് പൂർണ്ണത എത്തുള്ളൂ. അല്ലെ, ഇഷ്ടമില്ലാത്തത് മാറ്റി വെച്ചിട്ട് ഇഷ്ടമുള്ളത് മാത്രം സെലക്ട് ചെയ്തെടുത്തിട്ട് വരുമ്പോൾ കുരിശിന് നീളം കുറവായിരിക്കാം, അതിന്റെ യഥാർത്ഥ കുരിശിന്റെ ആകൃതിയിൽ എത്തില്ല. അപ്പം ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് ഭൂമിയിൽ കിട്ടുന്ന ലൈഫ് വളരെ ശോകമുഖവും നിരാശയൊക്കെ ആയിരിക്കാം. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്കൊരു ലൈഫ് ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് ഈ ദീർഘായുസിന്റെ അനുഗ്രഹത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സംതൃപ്തിയുള്ള ഒരു ജീവിതം. ഇപ്പൊ നമുക്കറിയാമല്ലോ, നമ്മളിപ്പോ ചില സമയങ്ങളിൽ, ചില ജീവിതങ്ങളുടെ മുമ്പിൽ, ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് നീതി നിഷേധിക്കപ്പെടാം. നീതി നിഷേധിക്കപ്പെടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എന്താ, വലിയൊരു മനോവേദന നമുക്ക് ഉണ്ടാവും. പക്ഷെ നമുക്ക് ഒരു പ്രത്യാശയുണ്ട്, ഇത് കാണുന്ന ഒരാളുണ്ടല്ലോ എന്നുള്ള ഒരു പ്രത്യാശ, അല്ലേ? അതൊരു സംതൃപ്തിയാണ്. പക്ഷെ അതെപ്പോഴാണ് നമുക്കത് അതിന്റെ മുമ്പില് അത് ദൈവം കണ്ടു, അതിനുള്ള ഉത്തരം ചിലപ്പോൾ നമ്മൾ കണ്ട പോലെ ആയിരിക്കില്ല ദൈവം കാണുന്നത്. പക്ഷെ ദൈവത്തിന് ഉത്തരവുണ്ട്, നമുക്ക് ഉത്തരവില്ല. ദൈവം കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ നമുക്കുള്ളൂ. എങ്കിലും എല്ലാത്തിനും ഉത്തരവുണ്ട്. ചില വ്യക്തികൾ പറയും നമ്മൾക്ക് പ്രതികരണശേഷി ഉണ്ടാവണമെന്ന്. പ്രതികരണശേഷി തീർച്ചയായും വേണം, അല്ലെ? ദൈവം അങ്ങനെ പ്രതികരണശേഷി ഇല്ലാത്ത ആളെന്ന് പറഞ്ഞില്ല. ഈശോ ഭൂമിയിൽ ജീവിച്ചപ്പോ എല്ലാ കാര്യങ്ങളിലും നല്ല ഉത്തരങ്ങൾ കൊടുക്കാൻ കഴിവുണ്ടായിരുന്നു. പ്രവൃത്തികൾ ചെയ്യുന്നതിലും, അതുപോലെ നികുതിയുടെ കാര്യങ്ങളിൽ പോലും, അതായത് ഈശോ ഭൂമിയിൽ ജീവിക്കുമ്പോ നികുതി കൊടുക്കുന്നില്ല എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പിറുപിറുത്തപ്പോഴേക്കും പത്രോസിയോട് പറയുന്നുണ്ട്, നീ പോയി ചൂണ്ടയിട്ട് ഒരു മീനെ പിടിക്കുക, മീനിന്റെ ഉള്ളിൽ ഒരു നാണയം ഉണ്ടാവും, അത് എന്റെയും നിന്റെയും നികുതിയായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത്രയും സൂക്ഷ്മതയോടുകൂടെയാണ് എല്ലാ നിയമങ്ങളും പ്രവൃത്തികളിലും സംസാരങ്ങളിലും വളരെ കൃത്യമായിട്ടാണ് ഈശോയുടെ ഭൂമിയിൽ ജീവിച്ചത്. പക്ഷെ ഈശോയ്ക്ക് ഇവിടെ വളരെ വേദന മാത്രമാണ് കൊടുത്തത്. ഈശോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വിഷമിക്കണ്ട എന്ന് പറയാറില്ലേ? അല്ലെ, ഈശോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഈശോയ്ക്ക് വിഷമങ്ങളും വേദനകളും നിന്ദനങ്ങളും അപമാനങ്ങളും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ എത്ര വിശുദ്ധിയിൽ ജീവിച്ചാലും നമ്മുടെ ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരുപാട് പാപങ്ങളുടെ മേഖലകളുണ്ട്. പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാൻ, ഈശോ പാപി ആയിരുന്നില്ല, പരിശുദ്ധനായിരുന്നു ഈശോ. പക്ഷെ ഒരുപാട് സഹിച്ചു പോയതാണ്. പക്ഷെ ഈശോ നിത്യതയുടെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, എനിക്ക് ഈ ആനന്ദത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്റെ നീതിബോധം, എന്റെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. അപ്പൊ നമുക്ക് പ്രത്യേകമായിട്ട് ഒരു ആഗ്രഹം വേണം. അതായത് എനിക്ക് ഈ ഭൂമിയിൽ ഒരുപാട് പ്രതീക്ഷയൊന്നും ഇല്ലാതിരിക്കുന്നത് നല്ലത്.
അല്ലെ? പക്ഷെ എന്തുണ്ടാവണം? ദൈവത്തിലുള്ള പ്രത്യാശ വേണം. ഈ ലോകം വെച്ച് നീട്ടുന്ന ഓഫറുകളെല്ലാം എൻ്റെ വലിയ വേദനകൾക്ക് കാരണമാകുന്ന ഗിഫ്റ്റാണ്. പക്ഷെ ദൈവം വെച്ച് നീട്ടുന്ന എല്ലാ സങ്കടങ്ങളും എൻ്റെ നിത്യതയിലേക്ക് പ്രവേശിക്കാനിടയാകുന്ന ഗിഫ്റ്റാണ്. അല്ലേ? അതെ. മനസ്സിലാകുന്നുണ്ടോ പറയണത്? ഓ, മനസ്സിലായി. നമുക്ക് മറിയത്തിന് സ്തോത്രഗീതം വായിക്കാം. മേരി ഫിലിപ്പ് വായിക്കാം. വായിക്കാം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ദൈവവചനമാണ് നാം കേട്ടത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് പറയാണ്, എന്റെ ഹൃദയം എന്റെ രക്ഷകനായ ദൈവത്തിൽ മാത്രം ആനന്ദിക്കുന്നു. അല്ലെ? ദൈവത്തിന്റെ അതായത് മനുഷ്യൻ എന്തോരം അധ്വാനിച്ചാൽ അവന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്തോറും എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര കഴിവുണ്ടെങ്കിലും അവനെ തളർത്താനായിട്ട് ചെറിയ കാര്യങ്ങൾ മതി. അല്ലെ? ആരോഗ്യപരമായും ആത്മീയപരമായും കായികപരമായും അല്ലെങ്കിൽ ബുദ്ധിപരമായും ഒക്കെ ഒത്തിരി കഴിവുകളുണ്ടെങ്കിലും അവന്റെ മനസ്സിന്റെ ത്രെഡ് വലിക്കുന്നത് ദൈവമല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവവിചാരമല്ല ലോകവിചാരമാണെന്നുണ്ടെങ്കിൽ അവന് തളർന്നു പോകാൻ, അല്ലെങ്കിൽ അവന്റെ എല്ലാ ആരോഗ്യങ്ങളും, ഇപ്പൊ ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്, കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, അറിവുണ്ട്, അല്ലെങ്കിൽ സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവന്റെ മനസ്സിന്റെ താളം തെറ്റാനായിട്ട് വളരെ നിസ്സാര സമയം മതി, ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. അല്ലെ? അങ്ങനെ ഒരുപാട് മനുഷ്യര് ഈ ലോകത്തില് ഭയങ്കരമായ നിരാശയുടെ ഭീകരത അനുഭവിച്ച് കടന്നു പോയിട്ടുണ്ട്. ആത്മഹത്യ ചെയ്തവരുണ്ട്. നമ്മള് ഓർക്കും, എന്തിനാ അവരങ്ങനെ ചെയ്തത്? ഇത്ര ഈസിയാവും. കാരണം കാശുണ്ടായിട്ടും ആത്മഹത്യ ചെയ്തതും, മക്കളുണ്ടായിട്ട് ആത്മഹത്യ ചെയ്തത്, അറിവുണ്ടായിട്ടും ആത്മഹത്യ ചെയ്തത്, കഴിവുണ്ടായിട്ട് ആത്മഹത്യ ചെയ്തത്, അങ്ങനെ എണ്ണം പിടിച്ച് നോക്കിയാല് ഇങ്ങനെ സ്വയം മരണപ്പെട്ടു പോയ ജീവിതങ്ങളുടെ പലവിധ സാഹചര്യങ്ങൾ ഒന്നും രണ്ടും അല്ല, കോടിക്കണക്കിന് മനുഷ്യരാണ് ഇന്ന് വരെ ആ മേഖലയിൽ കൂടി സ്വയം നശിഞ്ഞു പോയത്. അപ്പോ എന്തിനാ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ പലതും ഇല്ല, ഉള്ളതിൽ നിന്നാണ് നഷ്ടപ്പെടുത്തിയത്, ഉള്ളതിൽ നിന്ന് നഷ്ടപ്പെടുത്തി. ഇപ്പോ ഈ ലവ് ജിഹാദി ആ സംഘത്തിലേക്ക് പോയ പെൺപിള്ളേര് ശരിക്കും പറഞ്ഞാൽ വീട്ടില് സുഖസുന്ദരമായി ജീവിക്കുന്ന മക്കളാണ്, നല്ല കഴിവുള്ളവരാണ്, നല്ല കൃപയുള്ളവരാണ്, നല്ല സൗന്ദര്യമുള്ളവരാണ്, നല്ല പഠിപ്പും വിവരവും അറിവും ഒക്കെ ഉള്ളവരാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് പോയി? ഇന്നിപ്പോ അവർക്ക് സ്വന്തമായി ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത വിധം ഭീകരമായ നിരാശയുടെയും ദാരുണമായ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കിടന്ന് മല്ലടിക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വലിയ വിലയോടുകൂടെ, വേദനയോടുകൂടെ, കണ്ണുനീരോടുകൂടെ, നിസ്സഹായതയോടുകൂടെ ജീവിക്കുന്ന മക്കളായി മാറി. എന്താ? ഇതൊക്കെ ഉണ്ടെങ്കിലും കൂടെ ആര് വേണം? കൂടെ ആര് വേണം? ദൈവത്തിന്റെ സാന്നിധ്യം വേണം. ദൈവത്തിന്റെ സാന്നിധ്യം വേണം, അല്ലെങ്കിൽ ദൈവ വിചാരം വേണം. അല്ലെ? പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തില് എത്രമാത്രം സമ്പന്നതയുണ്ടായിരുന്നത് എന്താന്ന് വെച്ചാല് മറിയം ദൈവത്തിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ചിട്ടാണ് ജീവിച്ചത്. ഇത്
ചുറ്റിലേക്ക് നോക്കിയാൽ പ്രതിസന്ധികളുടെ ഭീകരത മുക്കിക്കളയാൻ തക്കവിധം ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വീട്ടില് 5 പേരുണ്ട്. 5 പേരില് 4 പേർക്കും നമ്മളോട് ഭയങ്കരമായ വെറുപ്പാണ്. നമ്മൾ ആ വീട്ടിൽ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? ഏ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കത് ഓരോ മണിക്കൂറും നമുക്ക് ഒരു നാരകീയ ജീവിതം ആയിരിക്കും അല്ലെ. ഓരോ പ്രഭാതവും ഭയങ്കര നിരാശപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും അല്ലെ. അപ്പൊ നമ്മള് അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ എത്ര ദുരിതമായിരിക്കും അല്ലെ. വെറുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൈശാചികതയുടെ ദുരാത്മാവാണ്. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ ഞാൻ ഈശോ പറഞ്ഞു, ദൈവം ഇങ്ങനെ ആണെങ്കിൽ എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമം വരുമ്പോ, നമ്മുടെ മനസ്സിൽ വിഷമം വരുമ്പോ ആദ്യം കയറി വരുന്നത് സന്തോഷമാണോ സങ്കടമാണോ? സങ്കടമാണ്. ഈ സങ്കടത്തിൽ കൂടി വേറൊരു സാധനം കൂടി കയറി വരും. നിരാശ മാത്രമല്ല, വെറുപ്പും കൂടി വരും, ദേഷ്യം വരും അല്ലേ. ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ചെയ്യുന്നതെല്ലാം നമുക്ക് ഉള്ളില് വിഷമമുള്ളത് കൊണ്ടാണ്, സങ്കടമുള്ളത് കൊണ്ടാണ് ഈ വെറുപ്പിന്റെ ഒരു അവസ്ഥ നമ്മളെ ഇങ്ങനെ അലട്ടുന്നത്. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാത്തിൽ നിന്നും വലിയ ഒരു ഒരു മുൾപടർപ്പിൽ കിടന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ എല്ലാ തരത്തിലും നമ്മളിങ്ങനെ പെട്ടുപോയ ഒരു അവസ്ഥ. നമ്മളെ സഹായിക്കാനായിട്ട് ആരുമില്ല. അതായത് നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെ മനസ്സിലാകുന്നില്ല. ഈ മനസ്സിലാകാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കാത്ത ആളുകളുടെ ഇടയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപകടം പിടിച്ച അവസ്ഥയാണ് അല്ലേ. നമ്മളെ സ്വീകരിക്കാനും അംഗീകരിക്കുവാനും സ്നേഹിക്കാനും അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാനും സാധിക്കാത്തവരുടെ ജീവിതത്തിന്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ഒരു വെറുക്കപ്പെട്ട ഒരു ജീവിതമായ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വീകാര്യമല്ലാത്തൊരു വ്യക്തിയുടെ അവസ്ഥയിൽ നമ്മൾ ജീവിക്കുമ്പോ ശരിക്കും എന്താണ് വലിയ ഒരു ജീവിക്കണോ മരിക്കണോ, ഇറങ്ങിപ്പോണോ, ഇവിടെ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള പല പല അവസ്ഥകളാണ്. ഇതിനേക്കാൾ ഭീകരമായിരുന്നു മറിയത്തിന്റെ ജീവിത മേഖല. അതായത് മറിയം ഉദരത്തിൽ സ്വീകരിച്ചത് ദൈവത്തെ തന്നെയാണ് അല്ലെ. അതായത് നമ്മളിപ്പോ ഹൃദയത്തിൽ ദൈവത്തെ സ്വീകരിക്കണമെന്ന് പറയണ പോലെയല്ല, ഇത് റിയൽ ദൈവത്തെയാണ്. സ്വർഗത്തിൽ നിന്ന് അങ്ങനെ തന്നെ അടർത്തി മാതാവിന്റെ ഉദരത്തിലേക്ക് വെച്ചു കൊടുത്തതാണ് അല്ലെ. അപ്പോ ഇതിന് ഇത്രയും പ്രേഷ്യസ്, ഇത്രയും ഗ്ലോറി ആയിട്ടുള്ള ഒരു ജീവിതം ഭൂമിയില് ഗ്ലോറിഫൈ ആണ് ജീവിതം ആയിരിക്കേണ്ടത്. പക്ഷെ എന്തായിരുന്നു? ചുറ്റിലേക്ക് നോക്കിയാൽ ഭയപ്പെടുത്തുന്നതും പ്രതിസന്ധിയുടെയും അപമാനങ്ങളുടെയും നിന്ദനങ്ങളുടെയും അവഗണനകളുടെയും ദാരിദ്ര്യങ്ങളുടെയും ദുരിതപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു മറിയത്തിന്റെ ജീവിതത്തിൽ. പക്ഷെ അമ്മ തളരുന്ന ഒരു മനസ്സോ അല്ലെങ്കിൽ ഒരു വേദനയോ ഒന്നും ആയിരുന്നില്ല. എന്തായിരുന്നു? എപ്പോഴും ഭയങ്കര ജോയ്ഫുൾ ആയിരുന്നു. ദൈവത്തിലുള്ള ഒരു ആനന്ദം. അങ്ങനെയാണ് ഈ സന്തോഷത്തിന്റെ രഹസ്യം. അതായത് നമുക്ക് വെറുതെ ഒരു സന്തോഷം വരില്ല. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും ചില സങ്കടങ്ങള് നമ്മള് ഗ്ലോറിഫൈ ചെയ്യുമ്പോഴാണ് അത് ജോയ്ഫുൾ ആയി മാറുന്നത് അല്ലെ. അത് സ്വയം വന്നിരുന്ന് ചിന്തിച്ചാൽ മതി. അതായത് നമ്മള് സങ്കടങ്ങള് അക്സെപ്റ്റ് ചെയ്യുമ്പോ, ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, ദൈവം പറഞ്ഞു നിന്നെ ആരും സ്നേഹിക്കില്ല. ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നും. അതെന്താണ് എന്ന് ചോദിക്കാനും അല്ലെങ്കിൽ അതിന് നമുക്ക് ന്യായീകരിക്കാനൊക്കെ തോന്നും. പക്ഷെ ദൈവം പറഞ്ഞു നിന്നേക്ക് അനുവദിക്കുന്നില്ല, എത്ര വിചാരിച്ചാൽ മതി എന്ന്. അപ്പൊ നമ്മ എന്താ കാര്യം? ഇപ്പൊ നമ്മുടെ മനുഷ്യത്താഴില് പറയില്ലേ, ഡ്രസ്സ് എടുക്കാൻ പോണം എന്ന് പറയുമ്പോഴേ വേണ്ട പോകണ്ട, എന്താ പോയാല് എന്ന് ചോദിക്കുന്ന പോലെ നമ്മള് എന്താണ് ഈശോയെ, എന്താ കാര്യം പറ, റീസൺ എന്താന്ന് നമുക്കും ക്വസ്റ്റ്യൻ ഉണ്ട് ചോദിക്കാനായിട്ട് അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ ചോദിക്കാൻ അവകാശം നമുക്കുണ്ട്. പക്ഷെ എന്താണ് അവിടെ ചില കാര്യങ്ങൾക്കൊന്നും ഉത്തരം തരിക ദൈവത്തിന് മനസ്സില്ല
താല്പര്യമില്ലാന്നേ ചില ഈശോ ഒരു ധനാറൊക്കെ പല തരത്തിൽ പല സമയങ്ങളിൽ വന്ന ആൾക്കാർക്ക് കൂലി കൊടുത്തപ്പോ പിറുപിറുത്ത പോലെ ഉള്ള അവസ്ഥയാണ്. പിന്നെ എല്ലാവർക്കും ഒരേപോലെ ന്യായം കാണിക്കേണ്ടതല്ലേ. അവസാനം വന്നവന് ഒരു ധനാറ്, ആദ്യം വന്നവന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പണിയെടുത്തവന് ഒരു ധനാറ്, ലാസ്റ്റ് വന്നവന് ഒരു ധനാറ്. ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈശോ അതെന്ത് ഇടപാടാണത്? ലാസ്റ്റ് വന്നവൻ ഒരു ഇച്ചിരി അരമണിക്കൂർ പണിയെടുത്തപ്പോ അതേപോലെ. അപ്പൊ ഇവിടെ പറയണത് എന്റെ സമ്പത്ത് എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ഞാൻ കൊടുക്കും. അത് ആരാ ഇപ്പൊ ചോദിക്കാനും പറയാനുള്ളത്? ആർക്കാ അതിന് ചോദിക്കാൻ അധികാരമുള്ളതെന്ന് ഈശോ തന്നെ നമ്മളോട് ചോദിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ മുമ്പിൽ ഉത്തരവൊന്നും ചില കാര്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. ഈശോ പറയണതനുസരിച്ച് കഴിഞ്ഞ ഉത്തരം തന്നെ പുറകെ വരുമ്പോ ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈശോ അന്ന് ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ അഹങ്കരിക്കാം, അല്ലെങ്കിൽ വിശ്വാസ തകർച്ച ഉണ്ടാവാം. എങ്കിലും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചിലവര് നിലനിൽക്കും, ചിലവര് തകരും, ചിലവര് അതിൽ തന്നെ വലിയൊരു ദുരന്തത്തിലേക്ക്, തിന്മയുടെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതകളും ഉണ്ടാവും. അപ്പൊ നമ്മളുടെ തീരുമാനമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. പക്ഷെ മറിയ എന്തായിരുന്നു തീരുമാനിച്ചത്? ഒരു കാര്യത്തെക്കുറിച്ചും പരാതിയില്ലാത്ത ഒരു വ്യക്തിത്വവും, എന്നാൽ ദൈവത്തെ എല്ലാ കാര്യങ്ങളിലും സ്തുതിക്കുക മാത്രം, നന്ദിയും സ്തുതിയും ആരാധനയും അല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് വലിയൊരു പ്രത്യേകത. ഈ അമ്മയെ കണ്ട് നമ്മുടെ ജീവിതം പഠിച്ച നമ്മൾ നേരെ സ്വർഗത്തിലേക്ക് പോകും. അമ്മയെ പോലെ തന്നെ പോകാൻ സാധ്യതകളുണ്ട്. പക്ഷെ നമുക്ക് അത്ര പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുമില്ല. കാരണം അതുപോലെ ഒരു പരിശുദ്ധിയുടെ ജീവിതമാണ് മറിയത്തിന്റെ ജീവിതം. അപ്പോ ഇതാണ് നമ്മളുടെ ഈ പ്രതിസന്ധികളെ എങ്ങനെ ഓവർകം ചെയ്യാന്ന് വെച്ചാൽ സങ്കടങ്ങള് അത് സഹായാണ്, സഹായ ജീവിതം പോലെ കടന്നു പോകുക തന്നെ വേണം. പക്ഷെ അതിന്റെ ഇടയിൽ കൂടി കിടന്ന് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് നമ്മുടെ ലോക കാര്യങ്ങളിൽ കൂടി നമ്മൾ മിക്സ് ചെയ്ത് ദൈവ വിചാരം നഷ്ടപ്പെടുത്തി വിശ്വാസ തകർച്ച വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉൾപ്പൊരുൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിന് നമുക്ക് വ്യക്തമായിട്ടൊരു പച്ചയായ ജീവിതത്തെ കുറിച്ച് പറയുന്ന ഒരു വചനഭാഗം തന്നെയാണ് ജോബിന്റെ ജീവിതം. ജോബിന്റെ മുമ്പില് ദൈവം വളരെ നീതി കാണിക്കുന്നുണ്ടെങ്കിലും അത് ഏറ്റവും ലാസ്റ്റാ കാണിക്കുന്നത്, അല്ലെ? ഏറ്റവും ലാസ്റ്റ് സർവ്വതും നശിഞ്ഞു പോയിട്ടും ജോബ് ദൈവത്തിന്റെ കാര്യത്തില് ഒരു പ്രത്യേകമായ പരിഗണനയും വിശ്വസ്തതയും കമ്മിറ്റ്മെന്റും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയല്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന സർവ്വതും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ അടിപതറാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തില് അതുപോലെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ തുടങ്ങും. പിന്നെ അതുപോലെ പുതിയ വിശ്വാസത്തിലേക്ക് വരാൻ സാധ്യതകൾ ഒത്തിരി. അങ്ങനെ പെന്തക്കോസ്തയിലൂടെ കയറിയൊരു നല്ല നല്ല വലിയ വലിയ എന്താണ് കത്തോലിക്ക സഭയുടെ നല്ല നിലവാരം പുലർത്തുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ വിശ്വാസ തകർച്ചയില് പരീക്ഷണങ്ങളില് തകർച്ച വന്നത് കൊണ്ടാണ്. വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് മാതാവിനെ പ്രഘോഷിക്കുന്ന ഒരുപാട് മക്കള് ഈ പെന്തക്കോസ്തയിലോട്ട് പോയിട്ടുണ്ട്. എന്താന്ന് വെച്ചാ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം പ്രവർത്തിച്ചോളണം എന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. കാരണം അങ്ങനെയാണെങ്കിൽ മറിയമെന്ന വ്യക്തിത്വത്തിലെ ലോകം പഠിക്കാൻ കുറേ അധികം ഉണ്ട്. കുറെ എന്ന് പറഞ്ഞാൽ ഇന്നും മറിയത്തെ കുറിച്ച് പഠിച്ച് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ക്രിസ്തീയ സമൂഹങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങൾക്ക് മാത്രമുള്ള പഠനം മാത്രം നടക്കുന്നത്. മറിയത്തെ കുറിച്ച് പഠിച്ചിരുന്നെങ്കിൽ ഈ ക്രൈസ്തവ സമൂഹം ലോകത്തെ വെല്ലുവിളിക്കാൻ തക്കവിധം ശക്തിയുള്ള ഒരു സമൂഹം തന്നെയാണ് ഈ ക്രിസ്തീയ സമൂഹം. പക്ഷെ ഇന്ന് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി ക്രിസ്തീയ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വിലപിടിപ്പുള്ള വലിയ വലിയ ആയുധങ്ങളൊന്നും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനുള്ള കഴിവില്ലാതാക്കി വെച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ മന്ദത, അല്ലെങ്കിൽ നമുക്ക് ഈ മറ്റ് മതസ്ഥരെ വെച്ച് നോക്കുമ്പോൾ ഒരു 100% പറയാവുന്ന ഒരു കാര്യമാണ് ദൈവഭയമില്ല. ദൈവഭയം ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കൊക്കെ ഇങ്ങനെ ഇത്രമാത്രം അധപതനങ്ങൾ ഇപ്പോഴും ഉണ്ടാവില്ലായിരുന്നു. ഈശോ വേണമെങ്കിൽ ഒരു 100 വർഷം കഴിഞ്ഞിട്ടാണ് വരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പൊ തന്നെ വരാനുള്ള പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞു. കാരണം എന്താന്ന് വെച്ചാല് എന്താണ്, ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രഘോഷിക്കണമെന്നുണ്ട്. അതിൽ മാത്രമാണ് ഒരു ലോകം മുഴുവനും സുവിശേഷം അറിഞ്ഞു കഴിയുമ്പോഴേ ഈശോ വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മള് ഇനിയും കാലങ്ങളോളം കാത്തിരിക്കാൻ സമയമുണ്ട്. പക്ഷെ പലതും ഇപ്പൊ തന്നെ വരും എന്നുള്ള മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതായത് ഇപ്പോൾ തന്നെ 666
വർക്കിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. പല രാജ്യങ്ങളിലും അത് ആക്ടിവേഷൻ ആയി തുടങ്ങി. പിന്നെന്താ, കാര്യങ്ങളെല്ലാം അതതിന്റെ സമയങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാല് നോർമലായിട്ട് പോലും നമ്മുടെ ഇടവകയില്, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലൊക്കെ തിരിഞ്ഞു നോക്കിയാൽ എത്രത്തോളം ദൈവത്തെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു വെച്ചാല് അതില് നമുക്ക് ഉറപ്പോടെ നമുക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല പൂർണ്ണതയുണ്ടോ. അല്ലെങ്കിൽ എന്റെ സഭ കർത്താവിനെ വിട്ടു പോവില്ല, അല്ലെങ്കിൽ എന്റെ കുടുംബം കർത്താവിനെ വിട്ടു പോവില്ല, എന്റെ ഇടവക കർത്താവിനെ വിട്ടു പോവില്ല. പക്ഷെ നമുക്ക് ഇന്നിപ്പോ പറയാൻ പോലും ലജ്ജയാണ് ഓരോ കാര്യങ്ങൾ കാണാൻ കേൾക്കുകയും ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഈ നമ്മളുടെ ഹൃദയത്തിൽ കർത്താവ് ഇറങ്ങി പോകുന്നത് കൊണ്ടാണ് ഈ എല്ലാ കാര്യങ്ങളിലും ഒരു ആസ് യൂഷ്വൽ മൈൻഡ്, അല്ലെങ്കിൽ ദൈവഭയമില്ലാത്ത തരത്തിലുള്ള അവസ്ഥ. അപ്പൊ എന്ത് പറ്റും, ലോകം നമ്മളെ കീഴടക്കാനായിട്ട് അധികം കാലമൊന്നും വേണ്ടി വരില്ല. ചിലപ്പോ സമയം ഇനിയും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ചില സാഹചര്യങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന പോലെ ലൈഫ് കർത്താവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ സ്വന്തം സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ആത്മഹത്യയിലോട്ടും അല്ലെങ്കിൽ പലവിധ ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെട്ടും മരണപ്പെട്ടൊക്കെ പോകുന്നത് ദൈവത്തിന്റെ കുഴപ്പമല്ല. അവനവന്റെ സ്വാതന്ത്ര്യ ബുദ്ധി, അല്ലെങ്കിൽ അവനവന്റെ അഹങ്കാരം, അവനവന്റെ അജ്ഞത, അവന്റെ അന്ധത മൂലമാണ് ആ മരണത്തിന് ഇടയാക്കുന്നത്. അപ്പോ ഹൃദയത്തിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോയാലുള്ള അപകടം നമ്മൾ വ്യക്തമായിട്ട് അറിയണം. നമുക്ക് ഇന്ന് ഈശോ നൽകുന്ന തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 23-ാം അധ്യായത്തിലെ 1-ാമത്തെ തിരുവചനം. കർത്താവാണ് എന്റെ ഇടയെ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എല്ലാവർക്കും അറിയാവുന്ന വചന ഭാഗമാണ് അല്ലെ, സങ്കീർത്തനങ്ങൾ 23. കർത്താവാണ് എന്റെ ഇടയെ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തവടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രാമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് നയിക്കുന്നു. അവിടെ നിന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. ഈ വചനം എല്ലാവർക്കും അറിയാം അല്ലെ. കർത്താവാണ് എന്റെ ഇടയൻ എന്ന് പറയുമ്പോ എന്താണ് അതിന്റെ അർത്ഥം? എന്റെ ലീഡർ, എന്റെ സർവ്വതും അല്ലെ. എന്നെ നയിക്കുന്നത് കർത്താവ് തന്നെ ആയിരിക്കണം. എന്റെ ഇടയെന്ന് പറഞ്ഞാ എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്ന എന്റെ എല്ലാ ജീവിത മേഖലകളുടെയും മെയിൻ ത്രെഡ് കർത്താവായിരിക്കണം അല്ലെ. നമ്മള് ജോലി ചെയ്യുമ്പോ, ജോലി ചെയ്യാതിരിക്കുമ്പോ, ഉറങ്ങുമ്പോ, ഉണരുമ്പോ, നമ്മളുടേതായ എല്ലാ റൊട്ടീൻസും ചെയ്യുമ്പോൾ, എന്ത് കാര്യം ചെയ്യുമ്പോൾ, ഇപ്പൊ ഓരോ ശ്വാസം എടുക്കുമ്പോഴും കർത്താവാണ് എനിക്ക് ഈ ശ്വാസം തരുന്നത്. ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ കർത്താവാണ് എനിക്ക് ഈ അനുഗ്രഹം തന്നത്. ഈ വിഷമം കിട്ടുമ്പോ, വേദന വരുമ്പോ കർത്താവാണ് ഇത് അനുവദിച്ചത്. നമ്മളെ ഒരാൾ നിന്ദിക്കുമ്പോൾ കർത്താവാണ് ഇതിന് കാരണക്കാരൻ. നമ്മൾ അപമാനിക്കപ്പെടുമ്പോ കർത്താവാണ് ഇത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോ എന്താണ് അടിസ്ഥാനം? എന്താണ്? നമ്മള് അത്രമാത്രം നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ, കൈമാറ്റം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ ഞാൻ മിക്കപ്പോഴും പറയും, എനിക്ക് എന്താ അപകടം വന്നാ കർത്താവാണ് ഉത്തരവാദി എന്ന്. നമ്മൾ അത്രങ്ങും പൂർണ്ണതയിലൊന്നും അല്ലാഞ്ഞിട്ട് പോലും ഞാൻ അങ്ങനെ പറയാറുള്ളൂ. കാരണം ദൈവത്തിന് അറിയില്ലേ, ഞാനിപ്പോ എന്തെങ്കിലും ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ എന്ത് ജീവിതത്തിന്റെ ഏതവസ്ഥ നമുക്ക് നേരിടാനും ഒരു ശക്തിയുണ്ട്. നമ്മുടെ ചിന്തകൾക്കൊക്കെ ദൈവ വിചാരം കയറിയപ്പോഴാണ് ലോക ചിന്തകളിൽ മാറി ചിന്തിക്കുക. അപ്പോഴാണ് ഈശോ ഇന്നത്തെ ഇങ്ങനെ ഓരോ ജോലിയും ചെയ്യുമ്പോ, തുണി കഴുകുമ്പോ, പാത്രം കഴുകുമ്പോ, പിന്നെ ചെടി നനയ്ക്കുമ്പോ, നമ്മൾ വീട് എല്ലാത്തിലും ഈ ദൈവ വിചാരത്തോടുകൂടെ നമ്മൾ ചെയ്യുമ്പോണ്ടല്ലോ ഒരു ക്ഷീണം തോന്നാറില്ലേ? കാരണം നമ്മുടെ ഈ തലച്ചോറ് വർക്ക് ചെയ്യുന്നത് ദൈവത്തിന്റെ ചിന്തകളോടുകൂടെയാണ്. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മളുടെ എനർജി ലെവല് കൂട്ടുന്നതാണ് അല്ലെ. നമ്മുടെ എനർജി ലെവല് കൂടും. കാരണം നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ബ്രെയിനിന്റെ ഉടമസ്ഥനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് നമ്മൾ അല്ലെ. ഇപ്പൊ നമുക്ക് ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി നമ്മളെ കുറെ കാലത്തിൽ നമ്മളെ കോൾ ചെയ്യാണ്. നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, ഈ പണി കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് പറയൂ? ഇല്ല. നമ്മൾ ആ പണി മുഴുവൻ അവിടെ ഇട്ടിട്ട് എത്ര നാളായി വിളിച്ചിട്ട്, നമ്മള് ഇപ്പൊ കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ആ കോള് വന്നത് ഭയങ്കരമായി നമ്മളത് ഹൃദയം കൊണ്ട് അങ്ങോട്ട് അത് ആഘോഷിക്കും അല്ലേ.
എന്തുകൊണ്ടാണ് നമുക്ക് ഹൃദയം തന്നവനുമായിട്ട് ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ പറ്റാത്തത്? നമ്മുടെ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള ഒരു ആത്മബന്ധം നമ്മളിൽ നിലനിർത്താൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളെല്ലാവരും പറയും ദൈവമാണ് എന്റെ സഹായം, ദൈവമാണ് എന്നെ അനുഗ്രഹിച്ചത്. ഇതൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ആത്മീയ, അതായത് ആന്തരികമായ ചിന്തയില് ഓരോ നിമിഷവും നമുക്ക് അങ്ങനെ ഒരു ഇടയ ജീവിതം, അതായത് കർത്താവാണ് എന്നെ പരിക്കേൽപ്പിച്ചതെന്ന് വരെ പറയാൻ പറ്റും അല്ലെ? ഇപ്പൊ കർത്താവാണ് എനിക്ക് ഈ നഷ്ടങ്ങൾ വരുത്തിയത് അല്ലെ? ഈ സങ്കീർത്തനം 119 71 വചനം എന്റെ ഒരു വലിയൊരു എനിക്ക് തിരിച്ചറിവ് കിട്ടിയൊരു കർത്താവ് എന്താണ്? സങ്കീർത്തനം 119 കഷ്ടതകൾ വന്നുകൊണ്ട് ഇന്ന് ചട്ടങ്ങൾ പഠിക്കാൻ അപ്പൊ എന്താണ്? കർത്താവ് കഷ്ടതകൾ വരുത്തിയത് കൊണ്ട് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. എന്നാൽ ദുരിതങ്ങൾ വന്നതിനാൽ എനിക്ക് എന്റെ ജീവൻ രക്ഷപ്പെട്ടു എന്നാ പറയണത് അല്ലേ? ആ വചനം അങ്ങനെയല്ലേ? നമ്മള് മലയാളീകരിച്ച് പറഞ്ഞാൽ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി എന്നാൽ ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ അല്ലെ? അപ്പൊ എന്താന്ന് വെച്ചാല് ദൈവമേ ദുരിതങ്ങൾ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അങ്ങനെ പറയൂ ആരെങ്കിലും? അതാണ് ഇത്. ദൈവവുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വന്നാല് നമ്മൾ പറയും ദുരിതങ്ങളെ നിനക്ക് നന്ദി എന്ന് പറയും അല്ലേ? കഷ്ടതകളെ നിനക്ക് നന്ദി, നഷ്ടങ്ങളെ നിനക്ക് നന്ദി. എന്തെന്നാൽ ഞാൻ എന്റെ കർത്താവിനെ കണ്ടെത്തി. ചട്ടങ്ങൾ അഭ്യസിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എല്ലാത്തിന്റെയും ഉടമസ്ഥനായവനെ ഞാൻ കണ്ടുമുട്ടാൻ എനിക്ക് ഇടയായി എന്നുള്ളതാണ് അല്ലെ? അത് ആത്മീയമായി നമ്മള് മലയാളീകരിച്ചും നമ്മുടെ സ്വന്തം ഭാഷയിലൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറയും ദുരിതങ്ങളെ താങ്ക് യു സോ മച്ച്. എന്നാൽ ഞാൻ എന്റെ സ്രഷ്ടാവായ ദൈവത്തെ എനിക്ക് കണ്ടുമുട്ടാനും എനിക്ക് എന്റെ ആത്മാവിനെ രക്ഷിക്കുവാനും തിരിച്ചെടുക്കാനും എനിക്ക് സൗഖ്യമുണ്ടാകുവാനും എന്റെ ആത്മാവിനെ എല്ലാ മുറിവുകളിൽ നിന്നും എനിക്ക് രക്ഷപ്പെടുത്താനും. പിന്നെ നമ്മൾ അടങ്ങിയിരിക്കോ? നമ്മൾ അടങ്ങിയിരിക്കില്ല. നമുക്ക് കിട്ടിയത് എന്താണോ നമ്മളപ്പൊ തന്നെ ഒരു സമരിയക്കാരനും കാരിയുമായി മാറുകയാണ് അല്ലേ? നമുക്കൊരിക്കലും അവിടെ സമരിയക്കാരി എന്താ ചെയ്യുന്നത്? കൊട ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് ഈ വെയില് കാണുമ്പോ, വെയില് നട്ടുച്ച, ഇപ്പൊ നമ്മള് എല്ലാവർക്കും ഒരു പേടിയുള്ള ഒരു സമയമാണ് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ. എനിക്ക് തോന്നുന്നു ഈ ചൂട് കൂടിയപ്പോ ഒരു അറിയിപ്പുണ്ടായിരുന്നു. ചൂട് ഒരു 11 മണി 12 3 മണി വരെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഗ്യാപ്പ് കിട്ടണത് നമ്മുടെ പ്രെയർ ടൈമിന്റെ അതനുസരിച്ച് നോക്കുമ്പോൾ എനിക്ക് 11:15 തുടങ്ങി ഒരു 1:45 വരെ സമയം. ആ സമയമാണെങ്കിൽ നല്ല കട്ട വെയിലാണ്. ആ സമയത്താണ് എനിക്ക് എന്തെങ്കിലും എന്റേതായ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തോട്ട് പോകാനുള്ള സൗകര്യമുള്ളൂ. അപ്പൊ എന്ത് പറ്റും? ഇപ്പൊ ഞാൻ നേരത്തെ ഇങ്ങനെ റിപ്പോർട്ട് വന്നപ്പോഴേക്കും ഇങ്ങനെ വെയിലത്തിറങ്ങുമ്പോ എന്തായാലും പോകരുതെന്ന് വിചാരിച്ചു. പക്ഷെ ഈ പറഞ്ഞ അന്ന് തുടങ്ങി മിക്ക ദിവസങ്ങളിലും നല്ല ചൂടോടുകൂടെയുള്ള സമയത്ത് തന്നെ പുറത്തോട്ട് 10 വെയില. നമ്മള് ഒരു ഗ്ലാസ് പുറത്ത് വെള്ളം വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളച്ചു മറിയുന്ന രീതിയിലുള്ള ചൂടാണ് അല്ലെ? അങ്ങനെ ഒരു ചൂടുള്ള സമയത്ത് മരുഭൂമിയാണ്, അതുപോലത്തെ ഒരു സ്ഥലത്ത് വെച്ച് ഈശോ കണ്ടുമുട്ടിയതാണ് സമരിയക്കാരിയെ. അപ്പോ അത്രയും വെയിലും ചൂടും ഉള്ള സമയത്ത് ആരും പുറത്തിറങ്ങില്ല. ഇന്നത്തെ പോലെ ഇപ്പൊ അനുഭവിക്കുന്ന ചൂട് പോലെ അന്ന് പുറത്തിറങ്ങില്ല, കാരണം അത്രയും ചൂടാണ്. ആ ചൂടുള്ള സമയത്ത് ആരെയും കാണാതിരിക്കാൻ വേണ്ടി ഒളിച്ചിരുന്ന് പുറത്തോട്ട് ഇറങ്ങി വരുന്ന ഒരു സ്ത്രീയെ ദൈവം ഒരു 10-15 മിനിറ്റ് കൊണ്ട് മാറ്റിമറിച്ചപ്പോ അവള് ആ വെയിലത്ത് ആ വെള്ളവും വേണ്ട ഒന്നും വേണ്ട, എന്താണ് അവൾ ആ സെക്കൻഡ് കൊണ്ട് ഓടി എന്ന് പറയുന്നത് അല്ലെ? പിന്നെ എന്താണ് ഈ സമറിയക്കാരിന്ന് സ്വീകരിച്ച വ്യക്തികൾ പറഞ്ഞു, നീ പറയണ്ട, ഞങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു. കണ്ടോ ആ ഒരു മാറ്റം? കണ്ടോ? ഒളിച്ചിരുന്ന വ്യക്തികളെല്ലാം അളവിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വെയിറ്റ്ലെസ് ആണ്. അവരുടെ ആത്മാവിന് ഭാരമില്ല. കാരണം എന്താ? അവരുടെ ആത്മാവിന്റെ ഭാരം ആരേറ്റെടുത്തു? ഈശോ ഏറ്റെടുത്തു. ഈശോ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര്
അവരുടെ ചിന്തകളിലൊക്കെ ഒരു ദൈവിക പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡായി മാറി. പിന്നെ അവരുടെ സമാധാനമില്ലായ്മയുടെ കാലം അവർ മറന്നുപോയി. അവര് പിന്നെ മനുഷ്യരുടെ ഓടിപ്പാഞ്ഞാ പോണത്. ഓടിപ്പാഞ്ഞു പോയിട്ട് പിന്നെ അവിടെ പറയും, അവിടെ ചെന്ന് പറയുമ്പോൾ പിന്നെ അവരത് അത് സ്വീകരിച്ചു കഴിയുമ്പോൾ പിന്നെന്താ അവരും അതുപോലെ ഓടാൻ തുടങ്ങും. ഇങ്ങനെ ഓടി ഓടിയാണ് നമ്മളുടെ ജീവിതത്തിലും ഇപ്പോഴും ഇങ്ങനെയുള്ള ഒരു ഓട്ടം. ഇപ്പൊ നമുക്ക് ഓടാൻ പറ്റുന്നില്ല. നമ്മൾ ഓടുന്നത് എങ്ങനെയാണ്? ഹബക്കൂക്കിനെ കർത്താവ് തലയുടെ മുടി പിടിച്ച് ഓടിച്ച പോലെയാണ് മധ്യസ്ഥ പ്രാർത്ഥനക്കാർ ഓടുന്നത്, അല്ലെ? നമ്മൾ വീട്ടിലിരുന്നാ മതി, കർത്താവ് മുടിക്ക് പിടിച്ച് ഓടിച്ചോളൂ. നമ്മൾ അത്രയും ചെയ്താൽ മതി. പക്ഷെ ഇത് ആര് നയിക്കണം? ഈശോ നയിക്കണം. ഈശോ തന്നെ നയിക്കണം. അല്ലെങ്കിൽ എന്തു പറ്റും? നമുക്ക് അപകടം വരാം. ഈ ഹബക്കൂക്ക് പറയുന്നുണ്ട്, എനിക്ക് ഈ സ്ഥലമോ രാജ്യമോ ഒന്നും അറിയില്ല, പിന്നെ ഞാൻ എങ്ങനെയാ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത്? ഉടനെ തന്നെ മറുപടിയൊന്നും കേൾക്കാൻ നിന്നില്ല. കർത്താവിന്റെ ആത്മാവ് അവന്റെ മുടിക്ക് പിടിച്ചുകൊണ്ട് പോയി എന്നാ പറയുന്നത്. കറക്റ്റ് സ്പോട്ടിൽ കൊണ്ട് നിർത്തും. ഇതാണ് ഇടയന്റെ ജീവിതം. അതായത് നയിക്കുന്നത് കൃത്യമായിരിക്കും. നമ്മുടെ അജ്ഞതയും അറിവില്ലായ്മയും ഒന്നും അവിടെ ഒരു പ്രശ്നമല്ല. പലർക്കും ഇപ്പം നല്ല കൃപയുള്ള വ്യക്തികളെയൊക്കെ ദൈവം ഉപയോഗിക്കുമ്പോൾ ചിലവർ ചോദിക്കും എന്തോരം പഠിച്ചു, എന്തൊക്കെയാണെന്ന്, എന്താണ് ഡീറ്റെയിൽ ഒക്കെ ചോദിക്കും. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ പറയൂ, എന്നാലും നമുക്ക് സുവിശേഷ പ്രഘോഷണത്തിന് ഇങ്ങനത്തെ ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് പറയും. പക്ഷെ എന്തിനാ പിന്നെ എന്തിനാ ചോദിക്കുന്ന വെച്ചാൽ ഒരു കാഷ്വൽ ആയിട്ട് ചോദിക്കുകയാണ്. അപ്പോ എന്താണ്, ദൈവത്തിന് കൊട്ടകള മതി, കഴുതകള മതി, അല്ലെ? ദൈവത്തിന് കുതിരപ്പുറത്ത് കയറിയിരിക്കാമായിരുന്നു, ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ കഴുതകളുടെ പുറത്തിരുന്നതിന്റെ കാര്യം എന്താണ്? മനുഷ്യൻ അതുപോലെ അവഗണിച്ചിട്ടിരിക്കുന്ന ഒരു ജീവിതമായിട്ടാണ് കഴുതകളെ കണ്ടിരുന്നത്. പക്ഷെ കഴുതകൾക്ക് ബുദ്ധിയില്ല എന്ന് പറയണവർക്കാണ് ബുദ്ധിയില്ലാത്തത്. കഴുതകൾ കൃത്യതയുടെ ഒരു ജീവിതമാണ്. കഴുതകള് എന്താണ്, ഇസ്രായേലിലൊക്കെ കഴുതകളെ ഉപയോഗിക്കുന്നത് അതായത് ചന്തയിൽ സാധനം വാങ്ങിച്ച് അവരുടെ പുറത്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അവര് വീട്ടിലെത്തി ഒരാഴ്ച കഴിഞ്ഞാല് ഈ ജീവികള് വീടത്തുള്ളൂ. പക്ഷെ ഇവർക്ക് വഴിതെറ്റില്ല. ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ? നല്ല ബുദ്ധിയുണ്ട്. നമ്മുടെ മക്കളെയൊക്കെ നമ്മള് ഒരു സ്ഥലത്ത് പറഞ്ഞു വിട്ട വഴിതെറ്റി എന്തോരം വഴിതെറ്റാറുണ്ട്. ഇപ്പൊ ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് തപ്പി പിടിച്ചൊക്കെ എത്തും. പക്ഷെ ഒരു കാര്യത്തിന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാല് മുളക് വാങ്ങിച്ചു വരാൻ പറഞ്ഞാല് പഞ്ചസാര വാങ്ങിച്ചും വരും. അത്ര ബുദ്ധിയുള്ളൂ. പക്ഷെ നമ്മൾ പറയുന്നത് പോലെയല്ല ശരിക്കും റിയാലിറ്റി. നമ്മൾ പറയണ പോലെ ഒന്നും അല്ല. കഴുതകൾക്ക് ബുദ്ധിയില്ല എന്നുള്ളതല്ല, കഴുതകളെ ദൈവം അവഗണിച്ചിട്ട്, അത് ചില മനുഷ്യരെ കഴിവില്ലാഞ്ഞിട്ടല്ല, ചില മനുഷ്യരെ ദൈവം ഈ ലോകം അവഗണിച്ചിട്ടിരിക്കുന്നത് കൊണ്ടാണ്. അവഗണിച്ച് അവന് സമ്പത്ത് ഉണ്ടാവില്ല, ചിലപ്പോ ഭംഗി ഉണ്ടാവില്ല, ചിലപ്പോ അവന് വേണ്ട വിധത്തില് ഉള്ള പാരമ്പര്യം ഉണ്ടാവില്ല. അപ്പൊ എന്ത് പറ്റും? ഈ ദൈവം നയിക്കാൻ തുടങ്ങിയ വ്യക്തമായിട്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല, അതിന്റെ ആവശ്യമല്ല മനുഷ്യർക്ക് വേണ്ടതെന്ന് ലോകത്തിന്റെ മുമ്പിൽ തെളിയിച്ച എത്രയോ ജീവിതങ്ങളുണ്ട്, അല്ലെ? KR നാരായണൻ, പഴയ രാഷ്ട്രപതി, അല്ലെ? എന്തോരം വേദനയുടെ ജീവിതങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ ലോകത്തിന്റെ ചരിത്രങ്ങളും ജീവിതങ്ങളും ഒക്കെ നമുക്ക് മുഖസാക്ഷിയായിട്ടും അല്ലാതെ സാക്ഷികളായിട്ടും ഒക്കെ ജീവിച്ചിട്ടുണ്ട്, അല്ലെ? ദൂരം വിശുദ്ധ ജീവിതം. ഇപ്പൊ സെന്റ് ഫൗസ്റ്റീന 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ ഈശോയുടെ കരുണയുടെ അപ്പോസ്തലയായി ഉയർത്തി. മഗ്ദലേന മറിയം എന്ത് യോഗ്യതയുണ്ട്? ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ജീവിച്ച ഒരു വ്യക്തിക്ക് ഈശോ ആദ്യം ഉത്ഥാനം ചെയ്തത് ഈ വ്യക്തിക്കായിരുന്നു, അല്ലെ? അപ്പൊ ദൈവം എന്താണ്, അവർ ഓരോരുത്തരുടെ ഹൃദയത്തിൽ എത്രത്തോളം ക്വാളിറ്റിയോടുകൂടെ ദൈവത്തെ സംരക്ഷിക്കുന്നു, ശുശ്രൂഷിക്കുന്നു എന്നുള്ളതിലാണ് ഒരാത്മാവിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിന് കുറവുകളില്ലാതെ നിറവുകളോടെ ജീവിക്കാൻ ദൈവം അനുവദിക്കുന്നു. അല്ലാതെ ലോകം കാണുന്നത് പോലെയല്ല ദൈവം മനുഷ്യരെ കാണുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നത്. അപ്പോ ദൈവമാണ് എന്നെ നയിക്കുന്നതെങ്കിൽ നമുക്ക് ലോകത്തെ ഭയപ്പെടാനോ ലോകത്തിന്റെ മുമ്പിൽ എനിക്ക് ഭയങ്കര കുറവുകളുണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കാനോ ഒന്നും എന്റെ ആവശ്യമില്ല. കാരണം എന്നെ നയിക്കുന്നത്, എന്നെ സൃഷ്ടിച്ചത്, എന്റെ കുറവുകൾ ഒരു 100 കുറവുകൾ പറഞ്ഞിട്ട് ഞാൻ കർത്താവിനോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ കുറവുകൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ദൈവം എന്നെ തെരഞ്ഞെടുത്തത് എന്ന്. അപ്പൊ ആ കുറവുകൾ ഇല്ലായിരുന്നെങ്കിൽ എന്നെ എടുക്കില്ലായിരുന്നു, അല്ലെ? അപ്പൊ ആ കുറവുകളാണ് എന്നെ ഹൈലൈറ്റഡ്, അല്ലെ? നമ്മളുടെ ഓരോരുത്തരുടെയും കുറവുകളാണ് ദൈവത്തിന്റെ മുമ്പിൽ. അതുകൊണ്ടാണ് കൊറിന്ത്യൻസിൽ പറയുന്നത്, എന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി
പൂർണ്ണമായും പ്രകടമാകുന്നു. അപ്പോ എന്ത് വേണം? എന്നെ നയിക്കുന്നത് ദൈവം തന്നെ ആയിരിക്കണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നമ്മളിൽ എപ്പോഴും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ മറിയം ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ധ്യാനിച്ചതും ആയിരുന്നത് പോലത്തെ ഒരു ക്വാളിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരാജയം ഉണ്ടാകാനോ നിരാശ വരാനോ ഒരിക്കലും ദൈവം ഇടയാക്കാത്ത വിധത്തില് ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ടാണ് കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മറിയത്തിന് മനുഷ്യന്റെ മുമ്പില് കുറവുകൾ ഉള്ളതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ മറിയത്തിന് ലോകം അങ്ങനെ തോന്നിപ്പിക്കുന്ന ചിന്തകളൊക്കെ കുറെ നിരത്തി വെക്കുന്നുണ്ട് ഔസപിതാവിനോടും മറിയത്തോടും. കുറെ നിഷേധിക്കുന്ന, അപമാനിക്കുന്ന, അവഗണിക്കുന്ന ഒരുപാട് വാക്കുകൾ ഈശോയുടെ കുരിശിന്റെ ചുവട്ടിൽ വരെ കേട്ടതാണ്. പക്ഷെ അതൊന്നും അമ്മയെ സംബന്ധിച്ചൊരു വിഷയമേ ആയിരുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് നിന്ദനങ്ങൾ, അപമാനങ്ങൾ, വേദനകളൊക്കെ നമുക്കും അനുഭവിക്കാൻ ദൈവം ഇടയാക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം എൻ്റെ ഇടയൻ തന്നെ ആയതൊട്ടും അത് ഇടയാക്കിയതാണ്. മറിയത്തിന് അങ്ങനെ ഇടയാക്കി. മറിയത്തിന് അനുഭവിച്ച പോലെ ഒരു സ്ത്രീക്ക് അനുഭവിക്കാൻ ദൈവം. പക്ഷെ മറിയത്തെ തെരഞ്ഞെടുത്തത് ദൈവമാണെങ്കിൽ എന്നെയും നിങ്ങളെയും ലോകത്തിൽ ജനിക്കാനിരിക്കുന്ന ഓരോ വ്യക്തികളെയും തെരഞ്ഞെടുത്തതും ജീവിക്കാൻ അനുവദിക്കുന്നതും ദൈവം തന്നെയാണ്. അപ്പൊ ആ ഒരു ബോധ്യത്തോടുകൂടെ നമ്മുടെ കുറവുകളില് കർത്താവിന്റെ നിറവിന്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ സഞ്ചരിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ